നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25, 2026 ബുധൻ. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ പുതിയ വീക്കിലി മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുവാനും ഇടയാക്കി. മാത്രമല്ല, ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 102.53 കോടി രൂപയ്ക്ക് നേരിയ സെല്ലിംഗ് നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3161.22 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പെർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയിൽ ഇന്നൊരു റീബൗണ്ട് സംഭവിക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 25,500 എന്ന ലെവലിലും തുടർന്ന് 25,600 എന്ന ലെവലിലും റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. എന്നാൽ ഈ 2 ലെവലുകളും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ ഇന്ന് കൺസോളിഡേഷൻ ആണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെങ്കിൽ 25,300, 25,200 എന്നീ റേഞ്ചുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും മാറിയേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. യുഎസിന്റെ താരിഫുകളെ കുറിച്ച് വ്യക്തത വരികയാണെങ്കിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ് ടോക്കുകൾ വീണ്ടും എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുമെന്ന് ഇന്നലെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പീയൂഷ് ഗോയൽ പറയുകയുമുണ്ടായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സുകളിൽ ICICI ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ഇൻഫോസിസ് ADRന് 0.5%-ന്റെയും വിപ്രോയ്ക്ക് 2.25%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 0.5%-ലേറെയും HDFC ബാങ്ക് ADRന് 1.5%-നടുത്തും നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ രാവിലെ 7:30 US പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ സ്പീച്ച് വരാനിരിക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും മാർച്ച് മാസത്തെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ആന്ത്രോപിക്കിന്റെ പുതിയ AI ടൂളുകളുടെ മുകളിലും പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളുടെ മുകളിലും വിദഗ്ധരുടെ ഭാഗത്തു നിന്നും പുതിയ വിലയിരുത്തലുകൾ വന്നതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി S&P 500-ന് 0.25%-ലേറെയും നാസ്ഡാക്കിന് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ന്റെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കാമെങ്കിലും രാവിലെ 7:30 പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുമുള്ള സ്പീച്ച് വരാനിരിക്കുന്നതിനാൽ തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് റേഞ്ച് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം പ്രസിഡന്റ് ട്രംപിന്റെ യൂണിയൻ സ്പീച്ച് ഇന്ന് മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%-നടുത്തും കൊറിയൻ മാർക്കറ്റ് 1%-ന്റെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.25%-ലേറെ ഉയർച്ചയും ഗോൾഡിന്റെ വിലയിൽ 0.5%-ലേറെ ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $71.26 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $66.13 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $5,158.37 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തോടുകൂടി നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിലേക്ക് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നിഫ്റ്റിയുടെ PCR 0.6 എന്ന നിലയിലും മാക്സ് പെയിൻ 25,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നിഫ്റ്റിക്ക് അതിശക്തമായ സെല്ലിംഗ് നേരിടേണ്ടി വന്നെങ്കിലും ലോവർ ലെവൽസിൽ ഉടലെടുക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ലോങ് റെഡ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേയും 100-ഡേ EMA-കളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആകെ 200-ഡേ EMA-ക്ക് മുകളിലായിട്ട് മാത്രമേ നിലനിൽക്കുവാനും നിഫ്റ്റിക്ക് സാധിച്ചു.
സാധിച്ചുള്ളൂ. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 45.39 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ടും സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.2 എന്ന നിലയിലും മാക്സ് പെയിൻ 61,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഇന്നലെ നേരിടേണ്ടി വന്ന ഡിമിനെ തുടർന്ന് ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നീട് റിക്കവർ നടത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയും കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി 57.14 എന്ന ലെവലിലായിട്ടാണ് RSIയും നിലകൊള്ളുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 61,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 61,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ടും സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എംബസി ഓഫീസ് പാർക്സ് REIT PPFIS മ്യൂച്വൽ ഫണ്ട് 2,364 കോടി രൂപയ്ക്ക് 6% വരുന്ന സ്റ്റേക്ക് സ്റ്റോക്കിൽ വാങ്ങുകയുണ്ടായി. അലംബിക് ഫാർമ ജനറിക് ആന്റി ഫംഗൽ മരുന്നിന് US FDA നിന്നും കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. IDFC ഫസ്റ്റ് ബാങ്ക് തട്ടിപ്പ് പരിഹരിക്കുവാനായിട്ട് ഹരിയാന സർക്കാർ വകുപ്പിന് 583 കോടി രൂപ ബാങ്ക് തിരിച്ചു നൽകുന്നു. കാനറ ബാങ്ക് ബോണ്ടുകൾ വഴി 5,000 കോടി രൂപയുടെ ഫണ്ട് ശേഖരിക്കുവാൻ ബാങ്ക് പദ്ധതി ഇടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. IRFC 104 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഓഫർ ഫോർ സെയിലിലൂടെ 2% വരുന്ന സ്റ്റേക്ക് കേന്ദ്ര സർക്കാർ സ്റ്റോക്കിൽ വിൽക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്കാഫില ഇന്ത്യ 35 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ഗ്വാളിയാറിൽ ടെലികോം ഉപകരണങ്ങളുടെ പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി കമ്പനി വിലയിരുത്തലുകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. VIP ഇൻഡസ്ട്രീസ് കമ്പനിയുടെ മുംബൈയിലെ നാസിക് യൂണിറ്റിൽ മഹാരാഷ്ട്ര GST വകുപ്പ് പരിശോധന നടത്തി. പേടിഎം സിൽവർ സേവിംഗിനായി പുതിയ ഫീച്ചർ കമ്പനി അവതരിപ്പിക്കുന്നു. ഇതുവഴി കസ്റ്റമേഴ്സിന് 20 രൂപ മുതൽ വെള്ളി വാങ്ങാനായിട്ടും സാധിക്കും. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.